നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം 2026-27 പ്രീമിയർ ലീഗ് സീസൺ ഇതാ ഈ വീക്കെൻഡിൽ ആരംഭിക്കുകയാണ്. പ്രീമിയർ ലീഗിലെ മികച്ച താരങ്ങൾ 20 താരങ്ങൾ ആരൊക്കെയാണ്, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് പ്രീ സീസൺ അനാലിസിസ് ആയിട്ട് കണ്ടാൽ മതി. കളി തുടങ്ങുമ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ മാറി പറയും. അത് നമ്മൾ കാണാറുണ്ട്. പല സീസണുകളിലും അപ്രതീക്ഷിതമായിട്ട് ചിലർ അങ്ങ് ഉയർന്നു വരും. ESPN അവതരിപ്പിക്കുന്ന 50 പേരുടെ ലിസ്റ്റ്, അതിൽ നിന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റിയ 20 പേരുടെ ലിസ്റ്റാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. സോ ബേസ് ESPNൻ്റെ അനാലിസിസ് തന്നെയാണ്. അപ്പോൾ 20ാം സ്ഥാനത്ത് ഫ്ലോറിയൻ വേർട്സ് ആണ്, ലിവർപൂളിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ഇത്തവണ ലിവർപൂൾ പുതിയ കോച്ചിൻ്റെ കീഴിൽ മികവ് കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുണ്ട് ഫ്ലോറിയൻ വേർട്സിന്. അടുത്ത അലക്സാണ്ടർ ഐസക് ആണ്, ലിവർപൂളിൻ്റെ തന്നെ മറ്റു താരം, മുന്നേറ്റ നിര താരം, ഫോർവേഡാണ്. കഴിഞ്ഞ തവണ വലിയ തുക കൊണ്ടുവന്നതാണ്. അതിലുള്ളൊരു പെർഫോമൻസ് ഈ സീസണിലെങ്കിലും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. 18ാമത് കോൾ പാൽമർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ചെൽസിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ഇത്തവണ പുത്തൻ കോച്ചിൻ്റെ കീഴിൽ ചെൽസി ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോയ സീസണിൽ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ മുന്നോട്ട് കുതിക്കണമെങ്കിൽ പാൽമറെ പോലുള്ളവരുടെ മികച്ച പ്രകടനം ആവശ്യമാണ്. 17ാം സ്ഥാനത്ത് എൻസോ ഫെർണാണ്ടസ്, മധ്യനിര താരം. ചെൽസി വിടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നിലനിൽക്കുന്ന സമയമാണ്. എൻസോ മരേസ്കയ്ക്ക് താരത്തിൽ താല്പര്യമുണ്ട്, സിറ്റിയിലേക്ക് കൂടുമാറിയേക്കാം, അതാണിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഏത് ടീമിലാണെങ്കിലും അദ്ദേഹം ആ ടീമിൽ വളരെ ഡിസിസീവായിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുമെന്ന കാര്യം ഉറപ്പാണ്. 16ാമത് വെർജിൽ വാൻ ഡൈക്ക്, ലിവർപൂളിൻ്റെ സെൻട്രൽ ബാക്ക്. അദ്ദേഹത്തിൻ്റെ ഫോം ലിവർപൂളിൻ്റെ മുന്നോട്ട് പോക്കിൽ അതിനിർണായകമായിരിക്കും. വർഷങ്ങളായിട്ട് അദ്ദേഹം അവരുടെ ഡിഫൻസിൻ്റെ നെടുന്തൂണാണല്ലോ. 15ാമത് മാർട്ടിൻ ഒഡേഗാർഡ്, ആഴ്സണലിൻ്റെ ഒഡേഗാർഡ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന താരം. പോയ സീസണിൽ അവർ കിരീടത്തിലേക്ക് പോകുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇത്തവണയും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കമ്മ്യൂണിറ്റി ഷീൽഡ് അതിനുള്ള ചില സൂചനകൾ നൽകിയിട്ടുമുണ്ടല്ലോ. 14ാമത് റോഡ്രി എന്നിനി നമ്മളിപ്പോൾ ഒഫീഷ്യലി പറയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും റോഡ്രി പോവുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായിരുന്ന റോഡ്രി, അദ്ദേഹത്തിന് ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ഒരു ക്ലബിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്തു, ബാഴ്സലോണയിലേക്ക് പോകുന്നു. അതുകൊണ്ട് നമുക്കവിടെ ജാവോ പെട്രോയെ കാണാം. ജാവോ പെട്രോ 14ലേക്ക് നമ്മൾ റോഡ്രി എന്നുള്ളതാണ് ESPN അനാലിസിസ്. നമ്മളത് മാറ്റുന്നു, കാരണം അദ്ദേഹം ബാഴ്സലോണയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ വരും. അപ്പം ജാവോ പെട്രോ ഒരു സംശയം വേണ്ട, നല്ല ഫോമിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെൽസിയുടെ താരം. പ്രീ സീസണിലൊക്കെ ഗോൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ചെൽസി തവണ തിരികെ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോള് വളരെ വലുതായിരിക്കും. 13ാം സ്ഥാനത്ത് ജൂലിയൻ ടിംബറാണ്, ആഴ്സണലിൻ്റെ താരം, ഫുൾ ബാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോയ സീസണിലെ കിരീട ധാരണം വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതാണ് ആഴ്സണൽ ഉദ്ദേശിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. ഡൊമിനിക് സബോസ്ലായി, ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡർ, തിരിച്ചു വരണം ലിവർപൂൾ എന്ന് ആരാധകർ ആഗ്രഹിക്കുമ്പോൾ സബോസ്ലായിക്ക് അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കാനുണ്ടാകും. ജോസ്കോ ഗാർഡിയോൾ 11ാം സ്ഥാനത്ത് വരുന്നത്. ജോസ്കോ ഗാർഡിയോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫൻഡർ. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു എറ. സോ ഡിഫൻസ് ശക്തമാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. റൂബൻ ഡയസിനോടൊപ്പം ഏത് തരത്തിലുള്ള പെർഫോമൻസ് ഗാർഡിയോൾ നടത്തും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കമ്മ്യൂണിറ്റി ഷീൽഡിൽ ഒരു ഗോൾ ലൈൻ സേവൊക്കെ അടക്കം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രതീക്ഷയ്ക്കൊത്തുയരണം. 10ാമത് ബ്രൂണോ ഗുയിമാരസ്, ആഴ്സണൽ ഇപ്പോൾ സ്വന്തമാക്കിയ ബ്രൂണോ ഗുയിമാരസ് മധ്യനിരയിൽ. വേൾഡ് കപ്പിലൊക്കെ നല്ല പ്രകടനം നടത്തി. ബ്രസീൽ തോറ്റ കളി അദ്ദേഹം മോശമായെങ്കിലും 4 അസിസ്റ്റുകൾ വേൾഡ് കപ്പിലുണ്ട്. ഇപ്പോൾ ആഴ്സണലിന് വേണ്ടി കമ്മ്യൂണിറ്റി ഷീൽഡിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെ ആഗ്രഹിച്ച് ആർട്ടിറ്റ് എത്തിച്ച കളിക്കാരനാണ് ബ്രൂണോ ഗുയിമാരസ്. അത് അദ്ദേഹം ആ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്തട്ടെ. 9ാമത് മോയിസസ് കൈസേഡോ, ചെൽസിയുടെ മധ്യനിര താരം. 8ാമത് ജെർമി ഡോക്കു, മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിങ്ങർ. 7ാമത് റയാൻ ചെർക്കി, മാഞ്ചസ്റ്റർ സിറ്റിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. തീർച്ചയായിട്ടും ഡോക്കു കമ്മ്യൂണിറ്റി ഷീൽഡിൽ അത്ര മികച്ച പ്രകടനം നടത്തിയില്ല. പക്ഷേ സിറ്റിയുടെ മുന്നോട്ട് പോക്കിന് അദ്ദേഹം നല്ല രൂപത്തിൽ കളിക്കേണ്ടതുണ്ട്. റയാൻ ചെർക്കി അതുപോലെ തന്നെ മധ്യനിരയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാന്നിധ്യം അറിയിക്കേണ്ട കളിക്കാരനാണ്. 6ാം സ്ഥാനത്ത് ഗബ്രിയൽ മെഗല്ലസ്, ആഴ്സണലിൻ്റെ സെൻട്രൽ ബാക്ക്. തീർച്ചയായിട്ടും ആഴ്സണലിൻ്റെ ഡിഫൻസിൻ്റെ കരുത്ത് ഗബ്രിയൽ മെഗല്ലസ് കൂടി നിൽക്കുമ്പോഴാണ്. സോ ഗബ്രിയൽ മെഗല്ലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്നു. ഒപ്പം അദ്ദേഹത്തോടൊപ്പം വില്യം സാലിബ. പക്ഷേ സാലിബക്ക് പരിക്കാണ്. പരിക്ക് മാറി അദ്ദേഹം തിരികെ എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ തമ്മിലുള്ള പെയറിങ് ആഴ്സണലിൻ്റെ മുന്നോട്ട് പോക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ നാലാമത് ബുക്കായോ സാക്ക,
സാക്ക, ആഴ്സണലിലെ വിങ്ങർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ത്രെട്ട് എതിരാളികൾക്ക് നല്ല രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അവരുടെ മുന്നേറ്റത്തിൽ നല്ല സ്വാധീനം അദ്ദേഹത്തിന് ചെലുത്താനുണ്ട്. വലതു പാർശ്വത്തിൽ ബുക്കായോ സാക്ക. മൂന്നാമത് ആഴ്സണലിൽ തന്നെ മിഡ്ഫീൽഡർ ഡെക്ലാൻ റൈസ് ആണ്. റൈസിൻ്റെ ഒരു സാന്നിധ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് പോയ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് അദ്ദേഹം ആവർത്തിക്കും. രണ്ടാമത് ബ്രൂണോ ഫെർണാണ്ടസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയ സീസണിൽ മൂന്നാമത് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സുപ്രധാന റോള് ബ്രൂണോ വഹിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ആവർത്തിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ അവിടെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ അവർ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഒന്നാമത് എർലിംഗ് ഹാലൻഡാണ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോളടി വീരൻ. അദ്ദേഹത്തിന് ബോൾ എത്തിച്ചു കൊടുക്കുക, ഗോൾ അടിക്കുക. അതാണ് മറേസ്ക ഇത്തവണ ചെയ്യേണ്ടത്. അതിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷ. മികച്ചൊരു വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണ് താരം വരുന്നതെന്ന കാര്യം കൂടി ഓർക്കുക. സോ ഒന്നാമത് ആരാണ് ഏറ്റവും മികച്ച താരം എന്ന് ചോദിച്ചാൽ നിലവിൽ ഇപ്പോൾ പറയാൻ പറ്റുക എർലിംഗ് ഹാലൻഡ് എന്നാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.